വചനമൊഴി ജൂലൈ 3. വചനഭാഗം ഉൽപ്പത്തി 2:8-17, സുഭാഷിതങ്ങൾ 4:10-18, എഫേസോസ് 2:19-22, യോഹന്നാന്റെ സുവിശേഷം 20:24-29. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. 12 പേരിൽ ഒരുവനും ദീദിമോസ് എന്ന് വിളിക്കപ്പെടുന്നവനുമായ തോമ ഈശോ വന്നപ്പോൾ അവരോടുകൂടെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് മറ്റ് ശിഷ്യന്മാർ അവനോട് പറഞ്ഞു, ഞങ്ങൾ കർത്താവിനെ കണ്ടു. എന്നാൽ അവൻ പറഞ്ഞു, അവന്റെ കൈകളിൽ ആണികളുടെ പഴുതുകൾ ഞാൻ കാണുകയും അവയിൽ എന്റെ വിരൽ ഇടുകയും അവന്റെ വിലാവിൽ എന്റെ കൈവയ്ക്കുകയും ചെയ്താലല്ലാതെ ഞാൻ വിശ്വസിക്കുകയില്ല. 8 ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും അവന്റെ ശിഷ്യന്മാർ വീട്ടിലായിരുന്നപ്പോൾ തോമായും അവരോടുകൂടെ ഉണ്ടായിരുന്നു. വാതിലുകൾ അടച്ചിരുന്നു. ഈശോ വന്ന് അവരുടെ മധ്യത്തിൽ നിന്നുകൊണ്ട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. അവൻ തോമായോട് പറഞ്ഞു, നിന്റെ വിരൽ ഇവിടെ കൊണ്ടുവരിക, എന്റെ കൈകൾ കാണുക. നിന്റെ കൈ നീട്ടി എന്റെ വിലാവിൽ വയ്ക്കുക. അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക. തോമ പറഞ്ഞു, എന്റെ കർത്താവേ, എന്റെ ദൈവമേ. ഈശോ അവനോട് പറഞ്ഞു, നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു. കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഭാരതത്തിന്റെ അപ്പസ്തോലനായ മാർത്തോമാ ശ്ലീഹായുടെ ദുഃഖാന തിരുനാൾ ആചരിക്കുന്ന ദിവസം എല്ലാവർക്കും ശ്ലീഹായുടെ തിരുനാളിന്റെ മംഗളങ്ങൾ ആശംസിക്കുന്നു. മാർത്തോമാ ശ്ലീഹ നമുക്ക് കൈമാറിത്തന്ന മിശിഹ അനുഭവം വ്യക്തിപരമായി നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുന്നതിനും ശ്ലീഹായെ പോലെ താൻ അനുഭവിച്ച മിശിഹായെ മറ്റുള്ളവർക്ക് നമ്മുടെ ജീവിതത്തിലൂടെയും വാക്കുകളിലൂടെയും പങ്കുവയ്ക്കുന്നതിനും പ്രത്യേകമായി ദൈവകൃപ പ്രാർത്ഥിക്കുന്ന ദിവസമാണ്. മാർത്തോമാ ശ്ലീഹായുടെ മധ്യസ്ഥത അപേക്ഷിക്കുന്ന ദിവസമാണ്. വിശ്വാസ പാരമ്പര്യത്തിലും തീഷ്ണതയിലും അടിയുറച്ച് നിൽക്കുന്നതിന് തീരുമാനമെടുക്കേണ്ട ദിവസമാണ്. ഈ ദിവസത്തിന്റെ മംഗളങ്ങൾ ഏവർക്കും ഒരിക്കൽ കൂടി ആശംസിക്കുന്നു. മിശിഹായെ കാണണം, മിശിഹായെ സ്പർശിക്കണം, മിശിഹായെ അനുഭവിക്കണമെന്ന ആഗ്രഹമാണ് തോമാ ശ്ലീഹായിൽ നിന്നും ആദ്യമായി നമുക്ക് സ്വീകരിക്കാവുന്ന മാതൃക. മിശിഹായെ അറിഞ്ഞ് കൂടെ നടന്ന തോമസ് ലോകത്തോട് പ്രഘോഷിക്കുന്നത് അവിടുന്നാണ് വഴിയും സത്യവും ജീവനും. ഈശോയുടെ കൂടെ നടന്നപ്പോൾ തോമസ് ചോദിച്ചറിഞ്ഞ ഒരു കാര്യമാണ് ഈശോയാണ് വഴിയും സത്യവും ജീവനുമെന്ന്. വഴിയും സത്യവും ജീവനുമായി ഈശോയെ അറിഞ്ഞ തോമസ് തന്റെ ജീവിതം പൂർണ്ണമായും ഈശോയ്ക്ക് വേണ്ടി സമർപ്പിക്കുകയാണ്. തോമസ് പറയുന്നു, നമുക്കും അവനോടൊപ്പം പോകാം, മരിക്കാമെങ്കിൽ മരിക്കാം. മരണം വരെയും മിശിഹായ്ക്ക് സാക്ഷ്യം നൽകുവാൻ ആഗ്രഹിക്കുകയും അതിനായി ഇറങ്ങിപ്പുറപ്പെടുകയും ചെയ്ത തോമസ് പാലസ്തീനയിൽ നിന്ന് വളരെ ദൂരെയുള്ള ഭാരത നാട്ടിലേക്ക് താൻ അനുഭവിച്ച മിശിഹാനുഭവം പങ്കുവെക്കുന്നതിനു വേണ്ടി എത്തുകയും അങ്ങനെ ഭാരത ജനതയ്ക്ക് വിശ്വാസത്തിന്റെ ചൈതന്യം കൈമാറുകയും ചെയ്തു. മാർത്തോമാ ശ്ലീഹായുടെ വിശ്വാസ തീഷ്ണതയോടെ, പ്രേക്ഷിത ചൈതന്യത്തോടെ ശ്ലീഹായെ അനുകരിച്ചുകൊണ്ട് മിശിഹായ്ക്ക് സാക്ഷ്യം നൽകുന്നതിനും പ്രേക്ഷിത വേലകളിൽ സഹായിക്കുന്നതിനും നമുക്ക് ദൈവകൃപ പ്രാർത്ഥിക്കാം. മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.